ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഉച്ചയൂണ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് എൻ്റെ മോൻ കുരുപ്പുമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം കുക്കറിൽ കുറച്ച് അരിയെടുത്ത് കഴുകി വെള്ളം ഒഴിച്ച് കുക്കർ അടുപ്പത്തോട്ട് വയ്ക്കാം. തലേ ദിവസം കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചെടുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇന്നലെ തന്നെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഇരുന്നത് ഇന്നെടുത്ത് പൊരിക്കുകയാണ് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതെല്ലാം മസാലകളെല്ലാം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, ലേശം മല്ലിപ്പൊടി, പിന്നെന്താ ഉലുവപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈറ്ററാണെങ്കിൽ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ തീപ്പെട്ടി വെച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള കയ്യങ്കളികളെല്ലാം ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് എൻ്റെ പുന്നാരമോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് നഴ്സറിയിൽ ഒന്നും പോകണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടോട്ടും ഇങ്ങോട്ടോട്ടായിട്ട് നടക്കുവാണ്. പിന്നെ കുറച്ച് ചീര കട്ട് ചെയ്യാനുണ്ടായിരുന്നു. ചീര കട്ട് ചെയ്യാൻ വേണ്ടി കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് അത് കട്ട് ചെയ്യണം. ഇതിനിടയ്ക്ക് 100 ഡൗട്ടായിട്ട് എൻ്റെ മോൻ വീണ്ടും വന്നിട്ടുണ്ട്. അവനിപ്പോൾ അത് ചീര കട്ട് ചെയ്യാൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ചീര എങ്ങനെ ഉണ്ടായി, ഇതെവിടെ നട്ടത്, ഇത് ഏത് രാജ്യത്തുണ്ടായത് എന്നൊക്കെ 100 ചോദ്യമായിട്ട് വരും. പിന്നെ അവനത് കുക്ക് ചെയ്യാൻ വേണമെന്നാണ് പറയുന്നത്. അവനും കൂടെ ഹെൽപ്പ് ചെയ്യാൻ, കട്ട് ചെയ്യാൻ കത്തി കൊടുക്കുമെന്ന് ചോദിച്ചിട്ടാണ് പോയത്. നമ്മൾ ചാള മീൻ പൊരിക്കാൻ പോവാണ്. പാൻ ചൂടായപ്പം എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഓരോരോ ചാളകളായിട്ട് പെരക്കി ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ മീൻ നന്നായിട്ട് മറിച്ചിട്ട് നല്ല ഈസി ആയിരുന്നു കേട്ടോ. എൻ്റെ ഒരു ടിപ്പാണ്. ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ രാത്രി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി. ഈ ചാള മൂത്ത് വരുന്ന മണം നല്ല ടേസ്റ്റാണ്. ഇതിനിടയ്ക്ക് തോരത്തിനുള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരുമണം. ഇതിനിടയ്ക്ക് വീണ്ടും ഡൗട്ടായിട്ട് വന്നിട്ടുണ്ട്. അവന് തോരൻ വയ്ക്കാമെന്നാണ് പറയുന്നത്. തുള്ളിക്കളിച്ചുകൊണ്ട് വീണ്ടും പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ എത്തി നോക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇതിനിടയ്ക്ക് തേങ്ങ ചിരുകുന്നുണ്ട്. ആ പുറത്ത് കല്യാണിയിലൂടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ ഇത് ഒരു ചിന്നച്ചട്ടിയാണ് കേട്ടോ, ഇരുമ്പട്ടിയാണ്. ഇതിന് ഏകദേശം ഒരു 10-25ഓളം പ്രായമുണ്ട്. കാരണം എൻ്റെ കുഞ്ഞിലേ ഉണ്ടായിരുന്നതാണ്. എൻ്റെ അമ്മ തന്നതാണ്. അമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എൻ്റെ മകനാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് ഞാൻ അതിലോട്ട് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ചാള നന്നായിട്ട് പൊഴിഞ്ഞ് വരുന്നുണ്ട്. ഒരു പ്രത്യേക മണമൊക്കെ അടുക്കള ഫുള്ളും നടക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ചിട്ട് ചീര ഇട്ട് എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോൻ ഒന്ന് അടുപ്പിൻ്റെ പുറത്ത് സ്ലാബിൻ്റെ പുറത്തെടുപ്പുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് തീപ്പെട്ടി എടുത്ത് തട്ടി താഴെ കളയുന്നു, എടുക്കുന്നു. അതൊരു ഹോബിയായിട്ട് മാറുന്നു. ഇതിനിടയിൽ ഞാൻ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അത് പിന്നെ ചീര ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ചീരയിലോട്ട് അരപ്പം ഇട്ട് കൊടുത്തു. ഇതിനിടയ്ക്ക് കുരുപ്പ് വേലത്തനങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്.
നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അവനെ ഇളക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അവ എല്ലാ ജോലി ചെയ്തു തരാം, അമ്മ റെസ്റ്റ് എടുത്തോന്നാണ് പറയുന്നത്. പക്ഷെ ചൂടായതുകൊണ്ട് അവ ഈ ചീരയൊന്നും കഴിക്കത്തില്ല, ഉപ്പ് പോലും നോക്കത്തില്ല. എന്നാലും ചോറയിൽ കൂടെയൊക്കെ അറിയാണ്ടൊക്കെ വെച്ചാണ് കൊടുക്കുന്നത്. എന്തൊക്കെയോ കുശലാന്വേഷണങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചാള മൂത്ത് വന്നിട്ട് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ പോകാം. ചോറും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും തോരനും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാം. അപ്പോൾ ഞങ്ങൾ പോയി കഴിക്കുവാണ്, നിങ്ങളും പോയി കഴിച്ചിട്ട് വരൂ. ഓക്കെ, ബൈ ബൈ, സീ യു. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.